നാല് ജെയ്ഷെ ഭീകരരെ അറസ്റ്റ് ചെയ്തെന്ന് അവകാശപ്പെട്ട് പാകിസ്ഥാൻ. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ മുഫ്തി അബ്ദുൾ റൌഫിനെ അറസ്റ്റ് ചെയ്തതായാണ് പാകിസ്ഥാന്റെ അവകാശവാദം. ഇന്ത്യ നൽകിയ തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് റൌഫ്. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. വാർത്തയുടെ വിശദാംശം. ധന്യ, പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനും മറ്റ് ഭീകരർക്കുമെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നയതന്ത്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യ നൽകിയ തെളിവുകൾ പാകിസ്ഥാൻ അംഗീകരിക്കില്ലെന്ന സൂചനകളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. അതിനിടെയാണ് പാക് ആഭ്യന്തരമന്ത്രി ഭീകര സംഘടനകൾക്കെതിരെ നടപടി ആരംഭിച്ചിരിക്കുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പാകിസ്ഥാന്റെ അവകാശവാദം ഏതായാലും സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. പാക് മന്ത്രി പറയുന്നത് 44 ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു. മൗലാന അബ്ദുൾ റൌഫ് അസറിനെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. മൗലാന അബ്ദുൾ റൌഫ് മൗലാന മസൂദ് അസറിന്റെ സഹോദരനാണ്. നേരത്തെ ഇന്ത്യയിൽ നടത്തിയ പല ഭീകരാക്രമണ കേസുകളിലും ഇയാൾക്ക് പങ്കുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. റൌഫാണ് സുൻജ്വാൻ സൈനിക ക്യാമ്പ് ആക്രമണത്തിലും ഒപ്പം പുൽവാമ ഭീകരാക്രമണത്തിന്റെയും മുഖ്യ സൂത്രധാരൻ എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഏതായാലും ഇവരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ അല്ല കേവലം തടഞ്ഞു വയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ സ്ഥിരീകരിക്കപ്പെടേണ്ടതായുണ്ട്. പാകിസ്ഥാനിൽ നിന്നും വരുന്ന ഈ വാർത്തകൾ സ്ഥിരീകരിക്കാൻ ഇന്ത്യൻ അധികൃതരും ശ്രമിക്കുകയാണ്. ഏതായാലും പാകിസ്ഥാൻ ആത്മാർത്ഥമായി ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുമെന്ന് തന്നെയാണ് നേരത്തെ ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് പ്രത്യക്ഷത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിനടക്കം ബോധ്യപ്പെടുന്ന നടപടിയാകണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ശരി.